വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട്. വയനാട്ടിലും കോഴിക്കോട് ജില്ലയിലൊക്കെ റെഡ് അലേർട്ടാണ്. നല്ല മഴയാണ് പെയ്യുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയാം, എങ്കിലും പുതിയ കുറെ ആളുകൾ ഉണ്ടാവും. എൻ്റെ പേര് ഷാഹിർ എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് പൂനൂർ കോളിക്കൽ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു മൈലേജ് സെൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 10 വർഷം പൂർത്തിയായി. ജോയിൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഓരോ ആളുകളോടും പറയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യണം. 2, ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്തിനാണ് നമ്മൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസിന്റെ ഒരു അവസ്ഥ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ബെല്ലി സാറ് പല പ്രാവശ്യം പറയാറുണ്ട്, ഈ ഒരു ബിസിനസ് ആവർത്തനവും ഓർമ്മപ്പെടുത്തലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഈ ഒരു ബിസിനസിന്റെ തുടക്ക സമയത്ത് എൻ്റെ ഒരു കടബാധ്യത, ഞാൻ ഇതിൽ വരാൻ ഒരു കാരണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാന് കടം അനുഗ്രഹമാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കടം അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല്, ആ ഒരു ബാധ്യത, ഒരു കടം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരില്ലായിരുന്നു. എന്നെ ശ്രവിക്കുന്ന ഇതിലുണ്ടെങ്കിൽ, നിങ്ങൾ മൈലേജ് സെൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പം അതൊരു ഭാഗ്യമാണ് നിങ്ങളെ കടം. നമ്മളെപ്പോഴും മനസ്സിലാക്കി, ഇതിൽ കടമുള്ള ആളുകൾ ഉണ്ടാവാം, ചെറിയ ചെറിയ പൈസ കടമുള്ള. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ 181 പേരുണ്ട്. ഒരു 150 പേരും, ഒരു ഭൂരിഭാഗം ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവരെ ഏത് കടം, ഒന്നെങ്കിലും ഒരു മൊബൈൽ നമ്മൾ EMI എടുത്ത് വാങ്ങിയ ആളുകൾ ഉണ്ടാവും, അത് ഒരു ബാധ്യത ആണല്ലോ. അതല്ലെങ്കിൽ നമ്മളൊരു ബൈക്ക് ലോൺ എടുത്ത് വാങ്ങുന്നുണ്ടാവും, അതും ഒരു ബാധ്യത, നമ്മൾ കടാണല്ലോ. അതൊക്കെ മാസം മാസം അടയ്ക്കണം. കടമില്ലാത്ത ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിലൊരു 75% ആളുകളും, അല്ലെ ഒരു 60% ആളുകൾക്കും എന്തെങ്കിലും ഒരു കടബാധ്യത, അല്ലെ മക്കളെ കല്യാണം കഴിച്ചുള്ള ഒരു ബാധ്യത, അല്ലെ വീടുണ്ടാക്കിയതിന്റെ ഒരു ബാധ്യത, അല്ലെ സ്ഥലം വാങ്ങിയതിന്റെ ഒരു ബാധ്യത, അല്ലെ സ്കൂള് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തതിന്റെ ബാധ്യത, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, പല ആളുകളും ഈ ഒരു അവസരം കാണുന്നത്, നിലവിലൊരു തൊഴിലുണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കാണുന്ന ആളുകളുണ്ട്. എന്നെപ്പോലെ എക്സ്ട്രാ വരുമാനം മാത്രമല്ല, പ്രധാന വരുമാനം ആണ് എനിക്ക് വേണ്ടത്, അതിനു വേണ്ടി വന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ടാവുക, കുറെ അംഗീകാരങ്ങൾ കിട്ടും, അത് കണ്ടിട്ട് വന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് കുറെ ഫ്രണ്ട്സും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കിട്ടും, അങ്ങനെ വന്ന ആളുകളുണ്ട്. ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്ത്, രാവിലത്തെ മോർണിംഗ് മീറ്റിൽ കയറുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു സന്തോഷമാണ്. അങ്ങനെ പറയുന്ന പല ആൾക്കും പലതാ കിട്ടുന്നത്. കടൽ കാണുന്നത് പോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലും പല ആളുകൾക്കും പല കാര്യങ്ങളാക്കാറുള്ളത്. എനിക്ക് പറയാനുള്ളത് ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എന്തിന് ഈ ഒരു ബിസിനസ് ചെയ്യണം. 2, ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്തിന് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിന് ഈ ബിസിനസ് ചെയ്യണം. ഞാൻ പറയുന്നത്, ഈ ബിസിനസ്, നിങ്ങൾക്ക് എന്തൊക്കെയോ ബിസിനസ്സുകളും എന്തൊക്കെയോ തൊഴിലുകളൊക്കെ ഉണ്ട്. ഈ ബിസിനസ് എന്തിനു ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറെ പ്രശ്നങ്ങൾ, ഈ എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് കുറെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റാൻ പറ്റിയ ഒരു കാര്യം ഈ ഒരു ഇൻഡസ്ട്രിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് സത്യമായിട്ടും ഈ ഇൻഡസ്ട്രിനെ കുറിച്ച് ഞാൻ ഒന്നും മനസ്സിലാക്കി വന്നതല്ല. ഞാൻ 2015 ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തിനാ വന്നതെന്ന് വെച്ചാല്, എക്സ്ട്രാ വരുമാനത്തിനാ വന്നത്. ഇത് 2015 ഞാൻ നിലവിലൊരു ബിസിനസ്, മിൽമയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ലക്ഷം മുടക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സമയത്ത് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഞാൻ
ഇതിലേക്ക് വന്നത്. ആ സമയത്ത് എനിക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് പോകണം. രാവിലെ 5:30 മണിയാകുമ്പോൾ മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ലൈനിൽ സപ്ലൈ ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് അവിടുന്ന് ഒരു ചെറിയ വരുമാനം കിട്ടുന്നത് നല്ല രീതിയിൽ തുടങ്ങി 10 ലക്ഷം മുടക്കി തുടങ്ങി ഐസ്ക്രീമും പേടയും അതുപോലെ തന്നെ ചായയും കൂൾബാറും എല്ലാം കൂടിയിട്ട് നല്ല ഒരു വലിയ ഫേമായിട്ട് 2015 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, എന്റെ മനസ്സിൽ പാർട്ട് ടൈം ആയിട്ട് വെല്ലിസാർ അത് പറഞ്ഞ സമയത്ത് ഓക്കെ കുഴപ്പമില്ല നോക്കാം എന്ന കണ്ടീഷനിലാണ് ഞാൻ ഇത് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. ഉൽപ്പന്നങ്ങൾ കുറച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചു. ആർക്കും കൊടുക്കാനൊന്നും ശ്രമിച്ചില്ല. ഞാൻ ഒരു എക്സ്ട്രാ വരുമാനമല്ലേ, എന്റെ വരുമാനം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന വരുമാനം കഴിഞ്ഞിട്ട് വേണമല്ലോ ഇതിനേക്ക് പോകാൻ പറ്റും. ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്തെന്ന് പറഞ്ഞാല് മിൽമയുടെ ഒരു ഹോൾസെയിൽ ഡീലർഷിപ്പിൽ നിന്ന് ഒരു പാല് കൊടുത്താല് എനിക്ക് പ്രോഫിറ്റ് കിട്ടുക 15 പൈസ, 28 പൈസ. 28 പൈസ ആണ് ഒരു പാല് ഞാൻ ഒരാൾക്ക് കൊടുത്താൽ എനിക്ക് കിട്ടുക. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇന്ന് ഈ സൂം കഴിഞ്ഞിട്ട് കണക്ക് കൂട്ടി വെക്കണം. ഒരാൾക്ക് 500 രൂപ കിട്ടണമെങ്കിൽ എത്ര പാല് വിൽക്കണം എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ സമയത്ത് അപ്പൊ എനിക്ക് ഈ മൈലേജ് മാർക്കറ്റിംഗിലേക്ക് വരാനോ അത് ഞാനിങ്ങനെ സാറ് പറഞ്ഞ ഒരു നല്ല അവസരമാണ്, അത് നമുക്ക് ചെയ്യാൻ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ബിസിനസ് കിട്ടുമെന്ന് വെച്ചാൽ ആയിട്ട് മൈലൈഫ് അല്ല ഞാൻ ചെയ്യുന്ന മിൽമനെ ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്തു. അങ്ങനെ 2 വർഷം ചെയ്ത സമയത്ത് ഞാൻ ബാധ്യതയിലേക്ക് വരാൻ തുടങ്ങി. 10 ലക്ഷം മുടക്കിയ ഒരു കച്ചവടത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ബാധ്യതയിലേക്ക് വരാൻ പോകും. ഹാർഡ് വർക്ക് ഭക്ഷണമല്ല. ഒരു പെരുന്നാൾ വരുന്ന സമയത്ത് പെരുന്നാളിന് തലേന്ന് രാത്രി പാല് സ്റ്റോർ ചെയ്യണം. രാവിലെ പുലർച്ചെ ലൈനിൽ എല്ലാവർക്കും പാലെത്തിക്കേണ്ടതിന് മുമ്പ് ഏകദേശം ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പോകണം. അന്ന് പെരുന്നാളിന് തലേന്ന് ഫുള്ള് വർക്ക്. ചായ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കഴിക്കുക. അത് കഴിച്ചിട്ട് വൈകുന്നേരം രാത്രി 12 മണി 1 മണി വരെ, സത്യം പറയാം 1 മണി വരെ 2 മണി 3 മണി വരെ ഞാൻ എപ്പോഴാണോ കട തുറന്നത് അതുവരെ ഒരു പാല് ആളുകൾക്ക് സേവനം. ഞാൻ അപ്പോഴും മനസ്സിലാക്കിയത് എനിക്ക് ഈ വരുമാനമല്ല കിട്ടുന്നത്. പെരുന്നാളിന് അന്ന് പായസം വെക്കാനുള്ള ഒരു സന്തോഷം നൽകുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. പണം ഉണ്ടായിരുന്നില്ല. അന്ന് മാത്രം കുറച്ച് കൂടുതലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എല്ലാ പെരുന്നാളും ഒരു 10 വർഷം മുമ്പുള്ള ഒരു 5-8 വർഷത്തെ പെരുന്നാളോ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പള്ളിയിലൊക്കെ പോകും. അത് കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന പണിയാണ്, വേറെ ഒന്നുമില്ല, ഉറക്ക്. ഞാൻ അന്നും ചിന്തിച്ചു എന്തിനാണ് ഇത്രയൊക്കെ 10 ലക്ഷവും മുടക്കിയിട്ട് ഇങ്ങനെ കുറെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അതേപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടായി ജീവിക്കുമെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ മൈ ലൈഫിൽ വരാൻ എനിക്ക് തോന്നിയില്ല. അന്ന് ഞാൻ IT അടിച്ച് ഇത് തുടങ്ങിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയത് 2018 സമയത്ത്. 2018-19 സമയത്ത് നോട്ട് നിരോധനവും എല്ലാ കാര്യങ്ങളും പണത്തിന് ഒരുപാട് ആവശ്യം വന്ന സമയത്ത് നേരത്തെ ബാധ്യത ഉണ്ട്. അതിന്റെ മേലെ ഒരു ബാധ്യത വെച്ചതാണ് ഈ അങ്ങനെ ബാധ്യത വെച്ച് തുടങ്ങിയ ഈ ഒരു സംഭവം, ഈ ഇൻഡസ്ട്രി 2018-19 മഴക്കാലനായി ഞാൻ അതിന്റെ കഥ പറയണ്ട. എന്തുകൊണ്ട് വെച്ചാൽ കടങ്ങൾ വന്ന് നമുക്കൊരു ഒരു ബാധ്യത വരും. ഞാൻ എപ്പോഴും പറയാം, ഒരു കുഴി വെച്ചാൽ ആ കുഴി മൂടാൻ വേറൊരു സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് ഈ കുഴിയിലേക്ക് ഇടും. അപ്പൊ അവിടെ ഒരു കുഴി ബാക്കിയാവും. ആ കുഴിയിലേക്ക് വേറൊരു കുഴി നിർത്തുമ്പോൾ എല്ലാ കുഴിയിലും ഇത്തിരി മണ്ണ് ബാക്കിയാവും. അങ്ങനെ കുറെ കുഴികൾ ജീവിതത്തിൽ വന്നു. കടം എന്ന് പറഞ്ഞാൽ വലിയ കടം, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. രാവിലെ എഴുന്നേറ്റ് മിൽമ തുടങ്ങിയ സമയത്ത് ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ രാവിലെ പുലർച്ചെ 4 മണിക്കും 5 മണിക്കും 6 മണിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും വീട്ടിലേക്ക് 4 മണി, വീട്ടിലേക്ക് 11 മണി 12 മണി 1 മണിക്ക് വീട്ടിലെത്തുന്ന അവസ്ഥയിലേക്ക് വീട്ടിൽ ആളുകൾ പണത്തിന് തെരഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് മാറി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ടേണിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഒരു മിൽമയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് തുടങ്ങിയ സമയത്ത് 2 റൂമിന് എനിക്ക് മാസം വാടക കൊടുക്കാൻ തികയാത്ത അവസ്ഥ വന്ന സമയത്ത് അതിട്ട് ആ കടയുടെ ഉടമ എന്നോട് ചോദിച്ചു, സാറേ എന്നെ വിളിച്ചത് എന്നെ വിളിക്കല് വേറൊരു വിളിപ്പേരാണ്. അവരങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറെ 1 മാസത്തെ വാടക തന്നില്ല, 2ാമത്തെ മാസം കഴിഞ്ഞു, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവധി പറഞ്ഞ. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞത്, അന്ന് ഒരു ഡേറ്റ് പറഞ്ഞു, ഒരു ബുധനാഴ്ച ദിവസമാണ് ഞാൻ അദ്ദേഹത്തിനോട് ഡേറ്റ് പറഞ്ഞത്. ഇത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്, നിങ്ങൾ എന്തായാലും വന്നോന്നാണ്. അങ്ങനെ ഞാൻ
പാലെങ്ങനെയാണ് ഇറക്കി വിൽക്കലെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട്, അവരോട് പൈസ കടം വാങ്ങും, ഒരു 25,000 30,000 വാങ്ങിയിട്ട് അത് പാലിനെ കൊണ്ട് ചടയ്ക്കും, അത് ഇറക്കും. വൈകുന്നേരം എന്റെയും വാടക കിട്ടാൻ പൈസ തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്യും. അത് ഒരു ദിവസം ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് അടുത്തൊരു പച്ചക്കറി ഷോപ്പിൽ നിന്ന് വാങ്ങാം. അതല്ല അടുത്തത് ഏതെങ്കിലും ഒരു പലചരക്ക് കടയിൽ നിന്ന് അവരോട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഗ്യാപ്പിൽ പൈസ വാങ്ങും. 10 ലക്ഷം മുടക്കിയ ഒരു കടന്റെ കാര്യമാണ് പറയുന്നത്. ഇതിലൂടെ പല കാര്യങ്ങൾ ചെയ്താണ്. അങ്ങനെ ഞാൻ ചെയ്ത ഒരു പണി എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇദ്ദേഹം വരുന്ന ദിവസം ഒരു ബുധനാഴ്ച സമയമാണ്. ബുധനാഴ്ച സമയത്തിൽ ഞാൻ മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ ഇതിനെക്കുറിച്ച് ഒന്നുമില്ല, മൈ ലൈഫ് അങ്ങനെ ഒരു കഥ എനിക്കില്ല. എന്തൊക്കെയോ ബെല്ലിൻ സാറ് പറഞ്ഞ് ഞാനത് കേൾക്കാൻ ഈ ബിസിനസിന്റെ മൈൻഡ് ഒന്നും എന്റെ മനസ്സിൽ കൊടുത്തില്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം വന്നു, അദ്ദേഹം എന്നെ വിളിച്ചു. ഒരു 3 മണി സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ 5 മണിയാകുമ്പോൾ എത്തും. ഞാൻ പറഞ്ഞു വന്നോന്നാണ്. പക്ഷെ സത്യം പറയാം, അദ്ദേഹത്തിന് അന്ന് പൈസ കൊടുക്കണം 100% ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ പണമില്ല. പക്ഷെ ഞാൻ അന്ന് എടുത്ത് എന്റെ മനസ്സിൽ കണ്ട ഒരു ഐഡിയ എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ഞാൻ രാത്രിയിൽ പൈസ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. എന്തായാലും ഞാൻ ആ പൈസ വാടക കൊടുക്കാണ്ട് ഏകദേശം 8,000 മേലെ പൈസ കൊടുക്കാണ്ട് ആ കൊടുക്കാനുള്ള പണം ഈ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് പാല് വാങ്ങാൻ തന്ന ഈ പൈസ എടുത്തിട്ട് തൽക്കാലം തിരുമറ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ രാവിലെ എന്തെങ്കിലും തിരുമറ ഇത് കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ചു നിൽക്കുന്ന സമയത്താണ്, ദൈവമേ എവിടെ പഠിച്ചവൻ എന്നെ സഹായിക്കാന്ന് ഇങ്ങനെ വല്ലാത്ത ആദ്യം നിങ്ങൾക്ക് അറിയാല്ല ആ ഒരു അവസ്ഥ. നമ്മുടെ പീടികയില് ഒരു ഷോപ്പില് വന്നിട്ട് ഷോപ്പിൽ കുറെ പണിക്കാരും ആളുകളൊക്കെ ഉള്ള സമയത്ത് അവിടെ വന്നിട്ട് ഒരാള് പൈസ തരാന്നുള്ള ഇരുന്നാലുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കടയിൽ നിൽക്കുന്ന ആൾ എന്നെ വിളിക്കും, നിങ്ങൾ തെരഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ വേഗം വരൂല എന്നൊക്കെ ചോദിക്കും. എന്താ എനിക്കറിയാം എന്താ പ്രശ്നം എന്ന്. അപ്പൊ പിന്നെ അയാള് പറയുന്നത് ഒന്നും കൂടെ അവരെ വിളിച്ചു നോക്കും എവിടെ എത്തി എന്നൊക്കെ. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കാം, പഠിച്ചോനെ ഞാൻ അവരെ മുമ്പിൽ എന്താ ചെയ്യാ, ഏതെങ്കിലും ഒരു വൈ കൊണ്ട തരണേന്ന് ആലോചിച്ച സമയത്താണ് സത്യം പറയാ ഞാന് ആ സമയത്ത് എനിക്ക് രണ്ടാമത്തെ എന്തോ വല്ലാത്തൊരു സമയം, ഈ പൈസ വാങ്ങിയ ആള് വല്ലാതെ ബുദ്ധിമുട്ടല്ലോ, അയാൾക്ക് ആ പൈസ കൊടുക്കണ്ടേ ഉറപ്പായിട്ടും. ഈ വാടകക്കാരന് ഈ പൈസ കൊടുത്തില്ല, അവര് ആ കടയിൽ നിന്ന് പോകില്ലല്ലോ, എന്റെ കച്ചവടം മുടങ്ങല്ലോ. ഇങ്ങനെ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനുള്ള സമയത്താണ് ഞാൻ പറഞ്ഞു അയാളെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തിക്ക്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും, ഷോപ്പിലെത്തും, നിങ്ങൾ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം, വല്ലാത്തൊരു മാറ്റം. ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി ഇവിടെ വെക്കാൻ കാരണം ഉണ്ടായത് നിങ്ങളോട് പറയാൻ പോവാം. അങ്ങനെ ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വന്ന സമയത്ത് പിന്നെ അവർക്ക് പിന്നെ ഈ ക്യാഷ് പിന്നെ അദ്ദേഹത്തിന് 8,000 സംതിങ്ങും മുമ്പത്തെ വാടകയിൽ കുറച്ച് പൈസയല്ല കൂടെ ഒരു 10 റുപ്യന്റെ അടുത്തുണ്ട് കൊടുക്കാനുള്ളത്. കുറച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നു. വണ്ടി ഓടിയ പൈസയും ഈ പാലിന് കിട്ടിയ പൈസ എടുത്ത് ഒരു 8,000-9,000 സംതിങ്, ഒരു 10,000 ചോടെ പൈസ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് പിരിച്ചു വിട്ട സമയത്ത് അടുത്ത വിളി വരുന്നത് ഹാർഡ്വെയർ ഷോപ്പിലെ ആളാണ്. നീ തിരിച്ചു വന്നല്ലോ, തൊട്ട് മുമ്പ് തന്നെ തിരിച്ചു വന്നല്ല, പൈസ റെഡി ആയില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു റെഡി ആയി, ഇപ്പൊ വരാം, ചെറിയ തിരക്കുണ്ടെന്ന്. ദൈവമേ ആ സമയത്തുണ്ടായ വല്ലാത്തൊരു പ്രയാസം. ആ സമയത്ത് 5 മണി കഴിഞ്ഞ് ഒരു 6 മണി ആ ഒരു സമയമായ സമയത്ത് മനസ്സിലുള്ള വല്ലാത്തൊരു വിഷമമുണ്ടായി. പഠിച്ചോനെ എനിക്കൊരാൾ പണം തന്നല്ലോ, അയാളെ പണം എടുത്ത് ഞാൻ എന്റെ കടം വീട്ടിയല്ലോ, അയാൾ എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് എനിക്കൊരു തൊഴിൽ മാർഗത്തിന് പൈസ തന്നല്ലോ, അദ്ദേഹം വിളിച്ചപ്പോ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആഗ്രഹമുള്ള സമയത്ത് സത്യം പറയാം അന്നാണ് മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിൽ എനിക്ക് 6,000 ചില്ലാണ് രൂപ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ പല ആളുകളും വിചാരിക്കും ഇതെന്താ 5,000 ചില്ലാണ് റുപ്യക്ക് അങ്ങനെ ആദ്യമായിട്ട് വരാൻ കാരണം. സത്യം പറയാൻ എന്റെ പേര് ശരിക്ക് ഷാഹിർ എന്നാണ് പേര്. പക്ഷെ എന്റെ ആധാർ കാർഡിലും പാൻ കാർഡിലും ഒക്കെ ഒരു എച്ച് കുറവുണ്ട്, സാഹിർ എന്നാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ പല പ്രാവശ്യവും ഞാൻ ഈ ഉൽപ്പന്നങ്ങൾക്ക് ചെറിയ ടീമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് എന്റെ പേരിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇതുവരെ വരുമാനം ഞാൻ ബിസാറോടും പറയും, സാർ ഇതൊന്നും നടക്കൂല. ഞാൻ എത്രയും ആളുകളെ 2-3 ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി, കുറച്ച് ആളുകളൊക്കെ വന്ന് ബിസാർ കുറെ ആളുകളൊക്കെ എന്റെ താഴെ കല്യാൺ ജ്വല്ലറിലെ കുറെ ആളുകളെ കൊണ്ടുവന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഇതൊന്നും കിട്ടൂല, നിങ്ങൾ ഇതിന്റെ പിന്നിലൊന്നാണ് എന്നെ ബുദ്ധിമുട്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാം എന്റെ പേരിന്റെ ചെറിയ മിസ്റ്റേക്ക്, ഞാൻ KYC ആണ്. ഞാൻ പറഞ്ഞു KYC ഒന്നും ആയില്ല. എന്ത് KYC? നമുക്ക് KYCയും പാൻ കാർഡും അതൊന്നും പാനും ഇതൊന്നും അറിയില്ലേ. അങ്ങനെ ഞാൻ എന്റെ പേര് ശരിയാക്കി കൊടുത്ത് എല്ലാം റെഡി ആയ സമയത്ത് അത് കഴിഞ്ഞിട്ടും 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് വരുമാനം ഞാൻ ചടച്ചിരിക്കാം. ആ സമയത്താണ് എന്റെ പേര് ശരിയായി, എന്റെ NEFT റെഡിയായി. അന്ന് ബുധനാഴ്ചയാണ് കമ്പനിയിൽ നിന്ന് ആദ്യത്തെ വരുമാനം വന്നത്. സത്യം പറ ജീവിതത്തിൽ ദൈവം എന്തോ ഒരു പരിപാടി ചെയ്ത് കൊണ്ടെത്തന്നോണം അന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് എനിക്കൊരു പണം കിട്ടി. പക്ഷേ അതിലേക്ക് ഒരു ചെറിയ ഞാൻ കൊടുക്കണ്ടാക്കിയ 2,000 ചില്ലാണ് റുപ്യയുടെ കൊടുത്താൽ അദ്ദേഹത്തിന്റെ കടവും കൊടുത്ത
സത്യം അന്നാണ് മൈലേഷ്യൽ മാർക്കറ്റിന്റെ കമ്പനി എന്താണെന്ന് വീട്ടിൽ പോയി ഇരുന്ന് പഠിച്ചു. ഞാൻ വെള്ളി സാറെ വിളിച്ചു, ബിസ്കിയ കട പൂട്ടി. അത് കഴിഞ്ഞ് ഒരു മണി കട പൂട്ടി ഏകദേശം 10 ലക്ഷം കടം വെച്ചിട്ടാണ് ഈ ഒരു മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനി തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് സമയം ഒരു 3 മാസം 4 മാസം എന്ത് ചെയ്യും, ഒരാൾക്ക് അത് നടത്താൻ കൊടുത്തു. ആ സമയത്ത് മീൻ കച്ചവടത്തിന് വേണ്ടി അതും വലിയൊരു ബാധ്യത അല്ല, എന്റെ ശരീരം ക്ഷീണിച്ചു പോകുന്ന എനിക്ക് തോന്നിയ സമയത്ത് അതിൽ നിന്ന് വിട്ട് ഞാൻ ഇതിലേക്ക് വന്നു. ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഇൻഡസ്ട്രി തുടങ്ങിയ അന്ന് മുതൽ സത്യം നിങ്ങളെ മുന്നിൽ പറയാം, 2019 മുതൽ ഇപ്പൊ നമ്മൾക്ക് കാണുന്ന ഒരു വരുമാനം ഉണ്ടല്ലോ. നമ്മളെ കമ്പനി പറഞ്ഞ എല്ലാ ആഴ്ചയിലും ഒരു ZTC ലീഡർ 2000 രൂപക്ക് മേലെ വരുമാനം വാങ്ങിയാൽ അങ്ങനെ 45 അല്ലെ 53 ആഴ്ചയിൽ 30 ആഴ്ച 45 ആഴ്ചയൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് 35% 25% ഒക്കെ തരാന്ന് പറഞ്ഞില്ലേ. സത്യം പറയാ, അന്ന് മുതൽ കഴിഞ്ഞ ആഴ്ച വരെ ഷായറിന്റെ വരുമാനം മുടങ്ങിയിട്ടില്ല. വരുമാനം ആഴ്ചയിൽ 450 രൂപ കുറയാത്ത ഒരു വരുമാനം ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അന്ന് മുതൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ്, എല്ലാ ആഴ്ചയിലും വരുമാനം നേടിയെടുക്കാനുള്ള ഒരു റിക്വസ്റ്റും കൂടെ നിങ്ങളുടെ മുന്നിൽ തരും. ഇന്ന് വരെ എന്റെ വരുമാനം മുടങ്ങിയിട്ട എല്ലാ ആഴ്ചയിലും ചെറിയ വരുമാനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു തീരുമാനം ഇറങ്ങി ഞാൻ ഇതിലേക്ക് വന്നത് 10 ലക്ഷം മുടക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. ഇതിലെ പല ആളുകളും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? 5000 രൂപക്ക് മുതൽ മുടക്കി ഈ ബിസിനസ് ചെയ്തു. 5000 രൂപക്ക് മുടക്കിയപ്പോൾ 10 പേസ്റ്റ് വാങ്ങും, ഒരു 95 വാങ്ങി. 95 നമ്മൾ കുടിച്ചു തുടങ്ങി. പേസ്റ്റ് നമ്മളെ വീട്ടിലുണ്ട്, ഒരു പേസ്റ്റ് നമ്മൾ പല്ല് തേച്ചു. ഇനി നമ്മളെ മനസ്സിൽ എന്താ, ബാക്കി 9 പേസ്റ്റിന് ഒന്നും നോക്കേണ്ട, ഒരു 5-6 മാസം പല്ല് തേക്കുക എന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ് പല ആളുകളും ഈ ബിസിനസ് ചെയ്യാത്തത്. ഈ ബിസിനസ് നിങ്ങളെ മനസ്സിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയാണ് നിങ്ങളെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ്. ഇതെന്തിനു ചെയ്യണമെന്ന് പറയാം. ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഞാൻ ആളുകൾക്ക് കൊടുക്കാനുള്ള 42 ലക്ഷം രൂപ ഈ ഇൻഡസ്ട്രിയിലൂടെ കടം വീട്ടിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, 1000 രൂപ ഡെയിലി വരുമാനം കിട്ടുകയായിരുന്നെങ്കിൽ എന്റെ കടം ഇന്നും വീടാൻ പറ്റൂല. എന്റെ ക്വാളിറ്റി വെച്ച് ഞാൻ അധ്വാനിക്കുന്നത് വെച്ച് ഞാൻ അധ്വാനിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ദിവസം 2000-3000 കിട്ടുമായിരുന്നു. ഈ 2000-3000 കിട്ടുമായിരുന്നെങ്കിൽ പോലും ഈ കടങ്ങൾ വീടാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റൂലായിരുന്നു. ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്തത് അതുകൊണ്ട് എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, എന്റെ സ്വന്തം ബെല്ലിസാർ അറിയാം എന്റെ എല്ലാ കഥകളും. എന്റെ കടങ്ങൾ വന്ന സമയത്ത് എന്റെ വീടിനോട് ചേർന്ന് എനിക്ക് വീടുണ്ടാക്കാൻ വെച്ച ഒരു സ്ഥലം ഞാൻ വിറ്റു. കണ്ണായ സ്ഥലം. എന്റെ ആളുകളൊക്കെ വീടുന്നു. പിന്നെ എന്ത് പറ്റിപ്പോയി? നല്ല അവസരം, വലിയ മിനിമയും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ. കടങ്ങൾ വരുമ്പോ ഒന്നിന്റെ മേലെ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ കടങ്ങൾ വരും. കടക്കാരനെ കടങ്ങൾ പിന്തുടരുന്നത് പോലെ പോലും. ഡിയർ ഫ്രണ്ട്സ്, കടബാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, നിങ്ങളെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അവസ്ഥ, ഒരു ടേണിംഗ് പോയിന്റ്, ഒരു 2 വർഷമോ ഒരു 3 വർഷമൊക്കെ നിങ്ങൾ ഒരു 10 ലക്ഷമോ 20 ലക്ഷമൊക്കെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലെടുത്ത് നിങ്ങൾക്ക് കടം വീടാൻ കഴിയില്ല. ഞാൻ 100% ഉറപ്പിച്ചു വരാം, അതിലൂടെ നിങ്ങൾക്ക് നടക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, അന്ന് മുതൽ ഈ ഇൻഡസ്ട്രിയെ നെഞ്ചോട് ചേർത്ത് ചെയ്തതാണ് ഈ ബിസിനസ്സിന് ഞാൻ ഇന്ന് NTC ആവാനും ഒരു ഐഡി STC ആവാനും എന്റെ വൈഫിന്റെ ഐഡി DTC ആനും വേറെ ഒരു TC ആനൊക്കെ പറ്റിയത്. എനിക്ക് വരുമാനം, ഞാനിപ്പം ഉമർ ഉസ്താദോടും ഞാൻ പല ടീമിനോടും ഞാൻ പറഞ്ഞു, ഈ ബിസിനസ്സിൽ വന്നിട്ട് കഫ്നില് നല്ല പ്രൊഡക്റ്റ് ആണ്, കഫ്നില് കഴിച്ച് ചുമ മാറിയിട്ടല്ല. കവചപ്രാശം അലർജിക്ക് സൂപ്പർ സാധനമാണ്. എനിക്ക് അലർജി ഉണ്ടായിരുന്നു, ഞാൻ കവചപ്രാശം കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് വന്നതല്ല. എനിക്ക് ഗ്യാസിന്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ലിവഗെയിൻ കഴിച്ചിട്ടില്ല. എനിക്ക് പണം മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തുള്ളൂ. പൈസ ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഞാനില്ലാതെ ഞാൻ 10 ലക്ഷം മുടക്കിയ ബിസിനസ് ഇന്ന് എല്ലാ മാസവും വാടക കൊടുക്കാൻ ഒരു 3000 രൂപ കിട്ടാത്ത സമയത്ത് ഒന്നും മുടക്കാതെ എന്റെ സുഹൃത്ത് പറഞ്ഞ്, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ 10 ലക്ഷം മുടക്കിയ കടക്ക് തുറക്കാൻ വാടക കൊടുക്കാൻ വേണ്ടി വരുമാനം കിട്ടിയ സമയത്താണ് ഇത് ഞാൻ നെഞ്ചോട് ചേർത്തത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യേണ്ടത് നമ്മൾ ഈ സൂം കേട്ട് പല ആളുകളെയും പ്രശ്നം എന്താണോ, ഞാൻ നിങ്ങൾ സൂം കേൾക്കണോ, സൂം കേട്ടാലും നല്ലതാണ്, സൂം കേട്ടില്ലെങ്കിലും നല്ലതാണ്. പക്ഷെ നിങ്ങൾ മൈ ലൈഫിൽ ഉണ്ടെങ്കിൽ
മൈ ലൈഫ് എന്താ സാധനം നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂമും 1 ഡേയും 2 ഡേയും 3 ഡേ ഒന്നും വേണ്ട. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിനെ നെഞ്ചോട് ചേർത്താൽ നിങ്ങളെ കൂടെ ആയിരങ്ങൾ വരും. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നമ്മളെ പ്രൊഡക്റ്റ് എന്തിനാ കഴിക്കേണ്ടത്? നമുക്കറിയാം ഇന്ന് നല്ല പേമാരിയ പെയ്യുന്നത്, നല്ല മഴ പെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾക്ക് പനിയും ജലദോഷവും കഫക്കെട്ടും തുമ്മലൊക്കെ വരുന്നത്. ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത രീതി, പണ്ട് കാലത്ത് ചെയ്തത് ചുക്കും കുരുമുളകും കഷായം വെച്ചിട്ട് നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കി കഴിച്ചും കർക്കിടലേഹ്യമൊക്കെ കഴിച്ച് ശരീരത്തിന് ഉന്മേഷവും ആവേശമൊക്കെ വരുത്തുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിന് പനി വന്ന പാരസ്റ്റമോളും പനഡോളും കഴിക്കുന്ന സമയത്താ ഡിയർ ഫ്രണ്ട്സ് നമ്മളെ കവചപ്രാശത്തിനെ വെല്ലാൻ ലോകത്തൊരു പ്രൊഡക്റ്റ് ഇല്ല. നമ്മളെ കഫ്ലിനെ വെല്ലാനുള്ള പ്രൊഡക്റ്റ് ഇല്ല. ഈ ഉൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ, ഒരുപാട് അലർജി പ്രശ്നങ്ങൾ, മഴ വരുന്ന സമയത്ത് മഴ വന്നിട്ട് നിങ്ങൾ വീടൊക്കെ അടച്ചിട്ടാലും ആ ഒരു ഈർപ്പത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് തുമ്മലും അലർജിയും ഒക്കെ വരുന്നുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിറങ്ങിയാൽ 1000 രൂപയും 2000 രൂപയും 3000 രൂപയ്ക്ക് നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റൂ. നമുക്ക് എന്താ വേണ്ടത്? ഞാൻ പറയുന്നത് ഈ ബിസിനസ് ഞാൻ ഇതിന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ പ്രധാനമായിട്ട് 278 ആളുകളിൽ ആരെങ്കിലും എന്നെ പോലെ ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ കടബാധ്യതയുള്ള ആളുകളാണെങ്കിൽ മഴ നമുക്ക് പ്രശ്നമാവരുത്. ഇവിടെ എന്താണോ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിൽ വിജയിക്കാത്ത ഒരു പ്രശ്നത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണോ? ഇന്ന് റെഡ് അലേർട്ടാണ്, ഇന്ന് പോകണ്ട. നാളെ നല്ല വെയിലാണ്, നാളെ ഇറങ്ങണ്ട. മറ്റന്നാള് അമ്മോന്റെ വീട്ടില് കല്യാണം ഉണ്ട്, മറ്റന്നാൾ ഇറങ്ങണ്ട. ഞാൻ ചോദിച്ചത് നിങ്ങളെ കടം വിട്ടാൻ ആര് വരുന്നാ പറയുന്നത്? നിങ്ങളെ വീട്ടിലേക്ക് അരി വാങ്ങിത്തരും, നിങ്ങളെ വീട്ടിലെ മക്കൾക്ക് വരുമാനം കൊടുക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുമെന്നാ പറയുന്നത്? പല ലേഡീസും ഞാൻ കണ്ടിട്ട്, ലേഡീസിന്റെ ഒരു അവസ്ഥ, ഞാനൊരു ലേഡീനെ കണ്ട് സംസാരിച്ച ലേഡി ജോലി ചെയ്യുന്ന കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് പോയി ഞാൻ ചോദിച്ചു എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ പറയുന്നത് 200 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഡെയിലി 200 രൂപ കിട്ടുക. 200 രൂപയ്ക്ക് ഞാൻ ചോദിച്ചു എത്ര പൈസ ചെലവാകും? ഏകദേശം 50 രൂപന്റെ അടുത്ത് അവർക്ക് വാഹന ചെലവായിട്ടും ചായന്റെ പൈസ ആയിട്ടും ചെലവാകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ചോറ് എങ്ങനെ തിന്നു, ഉച്ചക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കും? ഉച്ചക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകലാണ്. അങ്ങനെ ആ ഊണിന്റെ പൈസയും കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് 150 രൂപ. 50 രൂപ ചെലവാ. 50 രൂപ അവര് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 40 രൂപ ഭക്ഷണത്തിന് കൊടുക്കണം. ആള് പറയുന്നത് ഞാനൊരു കുടുംബശ്രീന്റെ ഹോട്ടലുണ്ട്, 20 രൂപ. ഓക്കെ, സമ്മതിച്ചു. 70 രൂപ ചെലവുണ്ട് ചില ദിവസങ്ങള്. ബാക്കി കഴിഞ്ഞ 120 രൂപക്ക് 120 രൂപക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ലേഡികൾ ഇതിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കൊണ്ടുപോയതിലേക്ക് ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പേസ്റ്റ് നിങ്ങൾ ഒന്നുമില്ല 2 മണിക്കൂർ ആത്മാർത്ഥം അല്ലെ 3 മണിക്കൂർ ആത്മാർത്ഥം 500 രൂപക്ക് മേലെ ഉണ്ടാക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രി. പല ആളുകൾ ഇത് ചെയ്യുന്നില്ല. നമ്മൾ മൈലേഷൻ പോലെ ചില ആൾക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്, ചില ആൾക്ക് എന്താണോ വല്ലാത്ത ഫ്രസ്ട്രേഷൻ, ഇറങ്ങാൻ പറ്റും. മറ്റുള്ളവരോട് പറയും ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കോൾഗേറ്റ് പേസ്റ്റും ക്ലോസപ്പ് പേസ്റ്റും എല്ലാ കടകളിലും വിൽക്കുന്നുണ്ട്. നല്ല ബ്രാൻഡ്, വാണിംഗ് ഇല്ലാത്ത, ഇന്ന് പറയാൻ പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റി, പല്ല് വേദനക്കും മോണവെപ്പിനും ഗമ്മിലും ബ്ലീഡിനൊക്കെ പറ്റിയ നല്ല പേസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മള് വൂണ്ട് ഹീലിംഗ് ക്രീം ഇല്ലേ, ഞാൻ അതിന്റെ കൂടെ ആദ്യം നിങ്ങള് കടയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് ഷോപ്പ്, ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അവിടെ നിങ്ങൾ പോയി അന്വേഷിക്കാം. ഒരു മുറി പറ്റിയാൽ അതിന് ഒരു ഓയിൻമെന്റ് തരും. അതിന് എത്ര പൈസ ഉണ്ടെന്നോ? 10 ഗ്രാമിന്റെ ഓയിൻമെന്റിന് 65 റുപ്യ 70 റുപ്യ വില ഉണ്ട്. മുറി പറ്റിയാല് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അതിനുള്ള ഓയിൻമെന്റ് ഉണ്ട്. അതിനും 10 ഗ്രാമിനോ 15 ഗ്രാമിനോ ഒക്കെ എത്ര പൈസ കൊടുക്കണോ? 65 റുപ്യ 70 റുപ്യ 110 റുപ്യ കൊടുക്കാണ്ട് ചൊറിച്ചിലുണ്ട് ഒരു ഓയിൻമെന്റ്. അതേപോലെ തന്നെ പൊള്ളിയാൽ നിങ്ങൾ കടയിൽ പോയി നിങ്ങൾക്ക് കിട്ടും. ഈ ഡീറ്റെയിൽ പോസ്റ്റിലൊക്കെ മാറാൻ പറ്റിയ പൊള്ളികൾ മാത്രല്ലേ, അതിനും കൊടുക്കണം എത്ര പൈസ? പിന്നെ ചെറിയ ട്യൂബിന് കൊടുക്കണം 80 റുപ്യ 90 രൂപ. അതുപോലെ കുരുക്കൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനും വേറെ ഓയിൻമെന്റ് ഉണ്ട്, അതിനും കൊടുക്കണം നിങ്ങൾ പറഞ്ഞു ഒരു 50-60 ഒക്കെ. ഇതെല്ലാം നിങ്ങൾ കൂട്ടി നോക്കി ഏകദേശം എല്ലാത്തിനും കൂടി പറ്റിയ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. വൂണ്ട് ഹീലിംഗ് ക്രീം കുഴിനകത്തിന് യൂസ് ചെയ്യാൻ പറ്റും, ചൊറിച്ച് യൂസ് ചെയ്യാം, വളങ്കടിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പറ്റിയ ഒരു ഉൽപ്പന്നം നമ്മൾ അതിന് 100 സംതിങ് രൂപയേ ഉള്ളൂ. നിങ്ങൾ 5-6 ഓയിൻമെന്റ് വാങ്ങുന്ന സ്ഥാനത്ത് മൈ ലൈഫിന്റെ ഒറ്റ ഓയിൻമെന്റ് മതി, ഒരു വൂണ്ട് ഹീലിംഗ് മതി. അതെല്ലാം കൂടി നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിനെല്ലാ പണവും കൂടി കൂട്ടിയാൽ ഞാൻ പറയുന്നു ഏകദേശം ഒരു 600 റുപ്യന്റെ മേലെ പോകും. അതിനൊക്കെ പറ്റിയ ഒരു ഒറ്റ ഓയിൻമെന്റ് ഉണ്ട്, അതിന് 100 സംതിങ് 200 റുപ്യന്റെ ചോട, 150 റുപ്യന്റെ ചോട. ഡിയർ ഫ്രണ്ട്സ്, ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ കുറെ ഓയിൽമെന്റും കാര്യങ്ങളും വാങ്ങുന്ന ആൾക്ക് ഈറ്റ ഒന്ന് കൊടുക്കാൻ പറ്റാത്തത്?
ഞാൻ പറയുന്ന മഴയൊന്നുമല്ല പ്രശ്നം. നിങ്ങളെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ബാധ്യത വന്നില്ല. ഞാൻ എപ്പോഴും പറയാം, എന്റെ പിന്നിൽ ഓടുന്നത് എന്താന്ന് വെച്ചാല്, എപ്പോ ബെല്ലി സാറൊക്കെ പറയുന്ന ഒരു കഥ ഉണ്ട്. നമ്മളെപ്പോ ഓടുകയെന്ന്, നമ്മൾ ഒരാളെ തള്ളിയാലൊന്നും അല്ലെന്ന് ഓടൂല. നമ്മളെ കൂടെ ഓടുന്ന, നമ്മളെ നായ കടിക്കാനാണ് നമ്മളെ കൂടെ വരുന്നെങ്കിൽ നമ്മൾ ജീവനും കൊണ്ടൊരു ഓട്ടുണ്ട്. അത് വല്ലാത്തൊരു ഓട്ടാ. അവിടെ നമ്മൾ ചെരുപ്പിട്ടോ, നമ്മൾ ഷൂ ഇട്ടോ, അവിടെ മുള്ളുണ്ടോ, അവിടെ തീയുണ്ടോ, അവിടെ ഷോക്ക് അടിക്കോ, മുന്നിൽ പുഴയാണെന്നൊന്നും നമ്മൾ കണ്ണു കാണൂല. എന്തുകൊണ്ടാണോ? പിന്നിൽ കടിക്കാൻ വരുന്ന നായ. സത്യം പറയാൻ എന്റെ ജീവിതത്തിൽ ഇതാ ഉണ്ടായത്. പക്ഷെ വലിയ പ്രയാസം എന്താന്ന് വെച്ചാല്, 2 ഓട്ടുണ്ട്. ഈ നായ നമുക്ക് ഒരു കടബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓടിയിട്ട് അവസാനം എത്തുന്ന സമയത്ത്, ബേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നായ നിർത്തിയാൽ നമ്മൾ ഓട്ടവും നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ കടം വീടിയാല് നമ്മൾ പരിപാടി നിർത്തുക. അല്ലെ ചെറിയൊരു ബാധ്യത ഉണ്ട്. സത്യത്തിൽ എന്നെ പോലെ വലിയ ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ആകാൻ പറ്റിയ ഒരു സൂപ്പർ വലിയ ഒരു അവസരമാണ് മൈലേശ്വർ മാർക്കറ്റിംഗ്. എന്റെ മുന്നിലുള്ള കുറെ 283 പേരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി. സത്യത്തിൽ അത് ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ ഒരു ചാൻസ് കുറവ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാല്, നമ്മളെ കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പെർസെന്റേജ് വെച്ചിട്ടേ അടിക്കും. ഒരു സ്റ്റോറിലേക്ക് ഇത്ര വെച്ചിട്ടേ അടിക്കും. പുതിയ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഓരോ ആഴ്ചയും ഓട്ടോമാറ്റിക് മെഷീന് അതിന് ടാർജറ്റ് കൊടുത്ത് മെല്ലെ കൂട്ടി അങ്ങനെ കൊണ്ടുവരും. ഒറ്റയടിക്ക് ബൾക്ക് അടിക്കില്ല. അതുകൊണ്ടാണ് പല സ്റ്റോറിലും സ്റ്റോക്ക് ഔട്ട് ആവുന്നത്. ഇതിനെ വെല്ലാൻ പറ്റിയ പ്രൊഡക്റ്റ് നെർവജിനർജി ആര് കഴിക്കണം? ഞാൻ പറയുന്നത്, ഒരു 40 വയസ്സിന്റെ മേലേക്കുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി. ഷുഗർ ഉള്ള ആളുകൾ മസ്റ്റായിട്ട് കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ള റിക്വസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ എന്തിനു ചെയ്യണം എന്ന്. സത്യം പറയാൻ ഈ ഒരു ഇൻഡസ്ട്രി മൈലേശ്വർ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ വന്ന് ഇത് ചെയ്തത് കൊണ്ടാണ് സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഷായർ എന്ന വ്യക്തിനെ നിങ്ങൾ ഭൂമിയിൽ പോലും കാണില്ലായിരുന്നു. സത്യ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, എന്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥ എന്താ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്ക്. ദൈവമേ, ഒരുപാട് കടബാധ്യത ഉണ്ടല്ലോ, ഒരു വീട് ആവശ്യമുണ്ടല്ലോ, ഒരു വാഹനം ആവശ്യമുണ്ടല്ലോ. ഇതൊക്കെ വാങ്ങാൻ എന്റെ ബിസിനസ്സൊന്നും എന്റെ തൊഴിലിനും പറ്റൂല, 100% ഉറപ്പ് നമുക്കുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാ അത് വിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റാത്തത്? ഇതിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 100% ഉറപ്പാ. പല ആളുകളും പറഞ്ഞ, സാറേ ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ബിസിനസ് തുടക്കക്കാരി ചെയ്യേണ്ടത് ഫുൾ ടൈം ആയിട്ടാണ്. നമ്മൾ പല ആളുകളിലും പറയുന്നതിൽ എന്താ, പാർട്ട് ടൈം ആയിട്ട് ചെയ്തത്. എന്താണോ, ഫുൾ ടൈം ആയിട്ടാണ് തുടക്ക സമയത്ത് ചെയ്യേണ്ടത്. നമ്മൾ ടീമാകുന്ന സമയത്ത് നമുക്ക് മെല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ മാറാം. ചെറിയ വരുമാനം വരുന്ന സമയത്ത് തുടക്കത്തിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്താ ഇവിടെ പ്രയാസം? സാറേ ഞാൻ തുടക്കത്തിൽ എനിക്കൊരു ജോലി ഉണ്ട് സാറേ, എനിക്ക് 1000 രൂപ എല്ലാ ദിവസവും കിട്ടുന്നതാണ്, ഞാൻ അതിട്ട് ഇതിലേക്ക് വന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ഇതൊരു കരിയർ ആയിട്ട് ചെയ്യാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ ഞാൻ പറഞ്ഞത് ഒരു 10,000 രൂപന്റെ, ഒരു 5,000 മേലെ, ഒരു 10,000, ഒരു 15,000 ഒരു 3 ഐഡിയ ആക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യേണ്ട പണി, ഈ ബിസിനസ്സിൽ ആദ്യം ചെയ്യേണ്ട പണി, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ലീഡർ, സക്സസ്ഫുൾ അപ്ലൈ. ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്ന ചിലപ്പോൾ അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ബോധം ഉണ്ടാവില്ല. അവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ മെയിൻ ലീഡർ ആരാണ്? വളരെ പ്രധാനം. പുതിയ ആളുകളാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്, വരുമാനം ഡെയിലി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മൈലേശ്വർ മാർക്കറ്റ് എന്ന ബിസിനസ്, നിങ്ങൾ നിലവിലൊരു ജോലി ഉണ്ട്, ആ ജോലി ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, മൈലേശ്വർ മാർക്കറ്റിംഗ് നിങ്ങൾ ഒരു ഹോം മീറ്റിംഗിൽ പോയിട്ടാണ് നിങ്ങൾ ഒരാൾ പങ്കെടുത്ത് കേട്ടതെങ്കിൽ, ഹോം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു GTS പങ്കെടുത്തിട്ട് അവിടെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ഒരു 15,000 രൂപക്കോ 25,000-നോ 30,000-നോ നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട പണി, നിങ്ങൾ അപ്ലൈനെ വിളിക്കണം. നിങ്ങൾ ആരാണോ ഈ ബിസിനസ്, അവരോട് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സീരിയസ് ആയി ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിലെ മെയിൻ ലീഡർ ആരാ, പ്രധാനപ്പെട്ട ലീഡർ ആരാ?
അവരെയും കൂട്ടിയിട്ട് അവരടുത്ത് നിങ്ങൾ പോകണം. അവര് നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ വന്നോളണമല്ല, നിങ്ങൾ ആവശ്യക്കാരനാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരടുത്ത്, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ തൊട്ട അപ്ലൈൻ ബിജു സാറാണ്. അപ്പൊ ബിജു സാറിന്റെ തുടക്കമാണ്. ഞാൻ ബിജു സാറേ നിങ്ങളെ മേലുള്ള പ്രധാനപ്പെട്ട ഇതിൽ വരുമാനം കിട്ടുന്ന ആരാണ്? എന്റെ മോൾ ഒരു ലീഡർ ഉണ്ട് വെള്ളി എന്നാണ്. ആളെടുത്ത് എനിക്ക് പോകണം, എന്റെ ആവശ്യമാട്ടോ. അതുപോലെ നിങ്ങൾ ഓരോരുത്തർ ആവശ്യമാണ്. നമ്മൾ പോകേണ്ടത് ആ ലീഡർ അടുത്ത് പോയിട്ട് നേരെ നിങ്ങൾ അപ്ലൈനോട് ചോദിച്ചാൽ അപ്ലൈൻ എന്താ വെച്ചാൽ പുതിയൊരാളായിരിക്കും. പുതിയൊരാളുടെ എന്താ വെച്ചാൽ നിങ്ങളൊരു 15,000 സെയിൽ വന്ന സമയത്ത് അതിന്റെ ബിസിനസ് കൂടിയായിട്ട് ഒരു 1,000 മേലെ അവർക്ക് വരുമാനം കിട്ടും. കുറച്ച് മോട്ടിവേഷൻ ഒക്കെ പറയും തുടക്കക്കാരായാലും. ഞാൻ സക്സസ് അപ്ലൈനോട് സാറോട് പറയേണ്ട കാര്യം ഇതിന്റെ ഇത് എവിടുന്നാ ഞാൻ ഈ പാഠം പഠിച്ചതെന്ന് വെച്ചാല്, ഈ പാഠം പഠിച്ചതിന്റെ പ്രധാന പോയിന്റ് ഷീജൻസി നായർന്ന മരിച്ചുപോയ ഡയമണ്ട് ലീഡർ ഷീജൻസി നായർ പറഞ്ഞൊരു വാക്കാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എന്താ സംഭവിച്ചാല് അദ്ദേഹം ഒരു ഡൽഹി എന്ന ഒരു പ്രോഗ്രാമിൽ കേട്ടു, മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു പ്രോഗ്രാം. അദ്ദേഹത്തിന്റെ സ്പീച്ച് ചിലപ്പോൾ ഇതിലുള്ള ആരോ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അയാള് 2018 അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താണ്, അദ്ദേഹം ഈ മൈലേശ്വർ മാർക്കറ്റ് എന്ന കമ്പനിയിൽ വന്നത്, അദ്ദേഹം എയർഫോഴ്സിൽ വലിയ ജോലിയുള്ള ആളാണ്. 1.5 ലക്ഷം രൂപ സാലറിക്ക് അദ്ദേഹത്തിന് മേലെ സാലറി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വന്ന് ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് പറഞ്ഞത് അഫ്ഗാനി ചിക്കൻ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പ്രോഗ്രാമിന് കൊണ്ടുവന്നത്, ഡൽഹിയിലേക്ക് പ്രോഗ്രാമിന് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ഹോളിൽ പരിപാടി വെച്ച സമയത്ത് ചുമരിനോട് ചേർന്ന്, ഇത് നമ്മൾ ഒരു ഭിത്തിയോട് ചേർന്ന സ്ഥലത്താണ് സീറ്റ്. ആ അപ്പുറത്തെ സീറ്റില് ചുമരിനോട് ചേർന്ന സീറ്റില് ഷീജൻസി നായരെ എഴുതി, അതിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ അപ്ലൈനെയും കൊണ്ട് തിരുത്തി ഒരു പരിപാടി കേൾക്കുന്ന സമയത്ത് അയാൾ കേൾക്കുന്നു. അയാള് മൂപ്പർക്ക് അതൊന്ന് ഏത് മൈലൈഫിനെ കുറിച്ചൊക്കെ ട്രെയിനിങ് അന്ന് എടുക്കുന്നത് മുബീൻ മുഹമ്മദ് സാറാണ്. അദ്ദേഹം പറഞ്ഞ കഥ മുബീൻ മുഹമ്മദ് സാറാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്ത് അതൊക്കെ കേട്ട സമയത്ത് മുബീൻ മുഹമ്മദ് സാർ പറഞ്ഞ ഒരു വാക്ക് അയാൾക്ക് വല്ലാതെ സ്ട്രൈക്ക്. അയാൾ പറഞ്ഞു, മുബീൻ മുഹമ്മദ് സാർ പറയണേ, എനിക്ക് 2,10,000 എല്ലാ ആഴ്ചയിലും വരുമാനം കിട്ടുന്നത്. 4 ആഴ്ച കൊണ്ട് 8,40,000 പെർഫോമൻസ് ബോണസും എല്ലാം അടക്കം മാസം ഒരു 30 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടുന്നത് പറഞ്ഞ സമയത്താണ് ശരിക്കും മൈലൈഫിനെ കുറിച്ച് കേൾക്കുന്നത്. അതുവരെ കേട്ടില്ല. അതുവരെ അഫ്ഗാനി ചിക്കൻ കിട്ടല്ലോ, അത് ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള കണ്ടീഷ. മൂപ്പര് കേൾക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എയർഫോഴ്സിലാണ്, ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും വലിയൊരു പൊസിഷനിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് മാസത്തിൽ 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്നു. ഈ ചെങ്ങായി പറയുന്നത്, ഇത് മുബീൻ മുഹമ്മദ് എന്ന ആള്, ഈ ചെങ്ങായി പറയുന്നത് മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം വരുമാനം കിട്ടുന്നുണ്ട്, ഇത് എനിക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞ സമയത്ത് ഷീജൻസി നായർ എന്താ പറഞ്ഞതെന്ന് തൊട്ടടുത്ത അപ്ലൈനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ നാട് എവിടാന്ന് വെച്ചു. അദ്ദേഹം ഇങ്ങനെ ചങ്ങനാശ്ശേരിക്കാരനാണ്. എന്നാ എനിക്കൊരു കാര്യം കേൾക്കണോ, അദ്ദേഹം ഈ പ്രോഗ്രാം കഴിഞ്ഞാലോ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ മാസത്തിൽ 35 ലക്ഷം 25 ലക്ഷം 35 ലക്ഷം മാസം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് ഷീജൻസി നായറിന്റെ കണ്ടില്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് നാട്ടിൽ പോകില്ലെന്നാണ്, കാലം മുറുകുന്നാണ്. ഇവിടെ വന്നിട്ട് കുറെ ആളുകളെ കബളിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് ഞാൻ വിടൂല. പിന്നെ അദ്ദേഹത്തിന് ഈ മൈ ലൈഫിൽ ഒന്നും കേൾക്കണം, മൂപ്പര് ഫുള്ള് പരിപാടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാം. ആ സമയത്താണ് പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അപ്ലൈനെയും കൂട്ടി അയാൾ പറഞ്ഞു, ക്ഷമിക്ക്, നമുക്ക് പോയിട്ട് സംസാരിക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് കേൾക്ക്. മൂപ്പര് പറഞ്ഞു, അതൊന്നും എന്നോട് പറഞ്ഞാൽ പറ്റൂല, ഇത് ഡൽഹി ആ സ്ഥലം, മൂപ്പര് കേരളത്തിലെ ഈ തള്ളി ഇവിടെ തള്ളാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ പരിപാടി പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് ആളിങ്ങനെ കൈ ചൊട്ടിട്ടാണോ ചോദിച്ചല്ലേ, താങ്കളെ പേരെന്താന്ന് വെച്ചല്ലേ. എന്റെ പേര് മുബീൻ മുഹമ്മദ് ആണെങ്കിൽ എവിടാന്ന് വെച്ചത്, ഞാൻ ചങ്ങനാശ്ശേരിയില്ല, എന്നാലേ ഞാൻ എയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ഒരു 1.5 ലക്ഷം റുപ്യ സാലറി ഉണ്ട്, പക്ഷെ ഞാൻ മാന്യമായി അധ്വാനിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ കുറെ ആളുകളെ വന്ന മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ 25 ലക്ഷം മുതൽ 35 ലക്ഷം മാസം വരുമാനം കിട്ടുന്നത്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടിരിക്കും, ഓരോരുത്തർ ടേണിംഗ് പോയിന്റ് നിങ്ങൾ ഇതെടുക്കാൻ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു. ആള് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ, അപ്പൊ ഒരു മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് പിന്നെ സംസാരിക്കുന്ന വേണ്ട, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതാണ്. മുബീൻ മുഹമ്മദ് സാറ് എന്ത് ചെയ്തു, അദ്ദേഹം കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന കംപ്ലീറ്റ് പേപ്പർ എടുത്ത് അത് കാണിച്ചു കൊടുത്തു. കംപ്ലീറ്റ് പേപ്പർ എടുത്ത് കാണിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം, കൊല്ലത്തിൽ അദ്ദേഹത്തിന് ടാക്സും അദ്ദേഹത്തിന് സർക്കാരിലേക്ക് അടിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത സമയത്ത് ഷീജൻസി നായർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതാ ഞാൻ ചോദിച്ചത്, ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തില്ല, എങ്ങനെയാ കിട്ടുന്നത് ചോദിച്ചപ്പോ ആള് ചോദിച്ചത്, നിങ്ങൾ ഈ പ്രോഗ്രാം കിട്ടിയില്ലേ? ആള് പറഞ്ഞു, മൂപ്പര് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഇനി എവിടെ പ്രോഗ്രാം ഉള്ളതെന്ന്. ആള് പറഞ്ഞ നാളെ ഗുജറാത്തിലുണ്ട്. ഷീജൻസി നായർ പിറ്റേ ദിവസം ഗുജറാത്തിലേക്ക് പ്രോഗ്രാമിന് പോയി. 1.5 ലക്ഷം സാലറി ഉള്ള ആള്
മുബീൻ മുഹമ്മദിന്റെ വാക്കുകൾ കേട്ട വീണ്ടും എവിടേക്ക് പോയി? ഗുജറാത്തിലേക്ക് പോയി. ഗുജറാത്ത് പോയി ഈ അവസരം നന്നായിട്ട് കേട്ട സമയത്ത് പിറ്റേന്ന് അദ്ദേഹം എയർഫോഴ്സിലേക്കല്ല പോയത്, വീണ്ടും ലീവാക്കി പോയത് ചെന്നൈയിലേക്കാണ്. നമ്മള് MDന്റെ അടുത്താ പോയത്. ഞാൻ പറഞ്ഞു നമ്മൾ പോവേണ്ട സ്ഥലം ഏതാന്ന് വെച്ചാല് MDന്റെ അടുത്തേക്കല്ല. അന്ന് മുബീൻ മുഹമ്മദ് കാണിച്ചു കൊടുക്കാനുള്ളത് MDയും മാനേജിംഗ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ കമ്പനി മാനേജേഴ്സും മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് പോയി എന്റെ പേര് ഷീജൻ സി നായരാണ്, ഞാൻ എയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഇത് ഞാനൊരു ഫുൾ ടൈം കരിയറാണ്, എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ MDന്റെ അടുത്ത് പോയി ചോദിച്ച സമയത്ത് MD കൃത്യമായിട്ട് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളും പറഞ്ഞ സമയത്ത് എയർഫോഴ്സിലെ ജോലിയുള്ള ഷീജൻ സി നായർ, അദ്ദേഹത്തിന്റെ ഭാര്യ യമുന ഷീജൻ, ആ യമുന മാഡം അന്ന് ഡൽഹി സ്കൂൾ പബ്ലിക് സ്കൂൾ ടീച്ചറാണ്. ആ സമയത്ത് 1.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോലി ആര് റിസൈൻ ചെയ്തു എന്നറിയോ? ഷീജൻ സി നായർ റിസൈൻ ചെയ്ത സമയത്ത് ഭാര്യ വീട്ടുകാരും അവരെ ബന്ധുമിത്രാവധികളും പറഞ്ഞു പൊട്ടൻ പേസ്റ്റ് സോപ്പൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം സാലറിയുള്ള ജോലി ചെയ്തു. അങ്ങനെ ഷീജൻ സി നായരുടെ ഭാര്യ പിണങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മകളെ കല്യാണം കഴിച്ചു തന്നത് നിങ്ങൾക്ക് എയർഫോഴ്സിൽ നല്ലൊരു ജോലി ഉണ്ടായിട്ടാന്നൊക്കെ പറഞ്ഞ് ഇവര് കുറെ കാലം തെറ്റി നിന്നു. ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹം ഡയമണ്ടായി ഈ ഭൂലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി. ഇന്ന് ഷീജൻ സി നായരുടെ ഭാര്യ യമുന ഷീജന് ഏകദേശം മാസം 35 ലക്ഷം 40 ലക്ഷം വരുമാനം കിട്ടാൻ തുടങ്ങി. അദ്ദേഹം തീരുമാനം എടുക്കുന്നതിന്റെ മുമ്പേ ആ കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ട അപ്ലൈന്റെ കമ്പനി MDന്റെ അടുത്ത് പോയി സംശയങ്ങൾ ചോദിച്ചു. അതാണ് അതിൽ മൂപ്പര് ഉറച്ചു നിൽക്കാൻ കാരണം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോയി ചോദിക്കേണ്ട നിങ്ങളോടല്ല, നിങ്ങളെ തൊട്ട അപ്ലൈന് അതിന്റെ മേലുള്ള ആളുകൾക്ക് ഇതിൽ സക്സസ്ഫുൾ ആയ ഒരു അപ്ലൈൻ ഉണ്ടോ അവരെടുത്ത് പോയിട്ട് എനിക്ക് ഡെയിലി വരുമാനം വേണം, ഞാൻ ഫുൾ ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്, അവരോട് വെച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ചെയ്യേണ്ടതും, നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നതും, നിങ്ങളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തേണ്ടതും, നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഉറപ്പാന്ന് പറയാം. അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്താണ് നിങ്ങൾ മൈലേജ് മാർക്കറ്റിംഗ് ഏറ്റെടുക്കും. ഞാൻ പോയത് വെല്ലി സാർ അടുത്തേക്കാണ്. വെല്ലി സാർ അടുത്ത് പോയി വെല്ലി സാർ പറഞ്ഞു ഫുൾ ടൈം ചെയ്താൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. പേസ്റ്റ് എടുത്തു, ഡെയിലി റീറ്റെയിൽ ചെയ്യും, ഹെയർ ഓയിൽ എടുത്ത് ഡെയിലി റീറ്റെയിലും എനിക്ക് വേണ്ട വരുമാനം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഡിയർ ഫ്രണ്ട്സ്, ഈ ഗ്രൂപ്പിലുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ നമുക്ക് തങ്കം പോലത്തെ ഒരു ബിസിനസ് കിട്ടിയിട്ടുണ്ട്. ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വളരാൻ പറ്റിയ ഒരു ബിസിനസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടീം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ കുറച്ച് ആളുകളെ വിളിക്കുക, ഒരു ചെറിയ ഹോം മീറ്റിംഗ് സംഘടിപ്പിച്ച് അതിലൂടെ വന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 15,000 മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 15,000ന്റെ 1 രൂപ പോലും മുടക്കാതെ നമ്മൾ ഒരു ദിവസം 1000 രൂപന്റെ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾ എടുത്തോ, എന്നിട്ട് അതിന്റെ മുതലെടുത്ത് വീണ്ടും റീപർച്ചേസ് ചെയ്ത് ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ 2,10,000 ആഴ്ചയിൽ വാങ്ങാം. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളെ കടങ്ങൾ വീട്ടാം. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾ തീരുമാനിക്കും. പല ആളുകളും ഈ ബിസിനസ്സിൽ വിജയിക്കാത്തത് ഞാൻ ചെറിയ പണം മുടക്കിയതാ അല്ല, നിങ്ങളെ ജീവിതമാണ് മൈ ലൈഫിന് വേണ്ടത്. നിങ്ങളെ പണം പ്രൊഡക്റ്റും അല്ല, നിങ്ങളെ ജീവിതം നിങ്ങൾ മൈ ലൈഫിന് വേണ്ടി അർപ്പിച്ചാൽ ഞാൻ ഉറപ്പിച്ചു വരാം, നിങ്ങളെ മക്കൾ സന്തോഷിക്കും, നമ്മളെ വീട്ടിൽ സന്തോഷം ഉണ്ടാവും, നമ്മളെ കുടുംബത്തിൽ സന്തോഷം, നമ്മൾ കുറെ ആളുകൾക്ക് വേണം. സത്യം പറയാ, ഇതിൽ പറഞ്ഞ ഇപ്പൊ എനിക്ക് വേണ്ടി കുറെ 24ഓളം ലൈക്ക് വന്ന്, സത്യം പറയാം ഞാൻ ഈ മൈലേജ് മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ വന്നതുകൊണ്ടാണ്. മൈലേജ് മാർക്കറ്റ് എന്ന കമ്പനിയിൽ അല്ലായിരുന്നെങ്കിൽ സത്യം പറയാ ഈ ലൈക്ക് പോലും എന്നെ നിങ്ങളൊന്നും അറിയാത്ത ഏതോ ഒരു മീൻ കച്ചവടക്കാരനെയോ അല്ലെങ്കിൽ ഈ ഭൂമുഖത്തില്ലാത്ത ഒരാളായി നിങ്ങൾ കാണാനും, എന്റെ പേര് പോലും നിങ്ങൾ അറിയില്ലേ. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു ജീവിതം ഉണ്ട്, നമ്മൾ ഓരോരുത്തർക്കും ഒരു ജീവിതം ഈ ഇൻഡസ്ട്രിയിലൂടെ ഉണ്ട്. നിങ്ങൾ വിട്ടേച്ച് കളയല്ലേ. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾ പല ആളും നമ്മൾ അപ്ലൈന് എന്നെ കുടുക്കിയതാണ്, നിങ്ങളെ കുടുക്കിയതല്ലോ, നിങ്ങളെ രക്ഷപ്പെടുത്താന് നിങ്ങൾ അപ്ലൈന് സ്നേഹത്തോടെ കൊണ്ടുവന്നതാ, തിരിച്ചറിയാത്തതാ. നമ്മൾ ചെറിയ കുട്ടിക്ക് ഒരു 5 രൂപന്റെ ചോക്ലേറ്റും 500 രൂപയ്ക്ക് കൊടുത്താലും അവര് വാങ്ങുന്ന സാധനം 5 രൂപന്റെ ചോക്ലേറ്റാ. ആ 500 രൂപ കൊണ്ട് ഏകദേശം 100ന് മേലെ ചോക്ലേറ്റ് വാങ്ങാന്ന് ആ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാ. ഡിയർ ഫ്രണ്ട്സ്, എന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയ ആളുകളെ, എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഈ ഇൻഡസ്ട്രി ഇതൊരു ചോക്ലേറ്റ് അല്ലട്ടോ.
ഇത് നിങ്ങളെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആൾക്കും മഴ തടസ്സമാണ്, വെയില് തടസ്സമാണ്, അപ്ലൈൻ ലീഡർ ശരിയില്ല, ഡൗൺലൈൻ ലീഡർ ശരിയില്ല, മീറ്റിംഗ് ശരിയില്ല, മൂപ്പരെ കൂടെ പോയാൽ നടക്കൂല. ഇത് അവനവന്റെ ബിസിനസ് ആട്ടോ. നമ്മൾ ഓരോരുത്തരും ബിസിനസ് ആട്ടോ. നമ്മളെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോ അടുത്ത വീട്ടുകാരൻ നിങ്ങൾക്ക് കൊണ്ടുതരൂല കേട്ടോ, ഒരാളും കൊണ്ടുതരൂല. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഇൻഡസ്ട്രി ഇനി മുതൽ നിങ്ങൾ സീരിയസ് ആയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോവാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ സീരിയസ് ആയി പറയുന്നത്, പല ആളുകളെയും ഓരോ ആളുകളെ കാണുമ്പോൾ സാറേ എന്റെ ലീഡർ ശരിയില്ല സാറേ, എന്റെ അപ്ലൈന് ഞാൻ പറയും ലീഡർ ആര് നോക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത്, മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിലേക്ക് ആദ്യം വരുന്ന ആൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആര് അപ്ലൈൻ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞത്. മൈലേഷ്യൽ മാർക്കറ്റ് എന്ന കമ്പനിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഉമർ സാറ്, അതല്ല ഇതിലുള്ള ആരെങ്കിലും ഒരാൾ ആദ്യം വരുന്നത്. നിങ്ങൾക്ക് ഏത് അപ്ലൈൻ ഉണ്ടാവുക? ആരാ നിങ്ങൾക്ക് സ്വന്തം ചെയ്യണ്ടേ? മുബീൻ മുഹമ്മദ് സാറ് സ്വന്തം ചെയ്തുകൊണ്ട് അന്ന് റോയൽ ഡയമണ്ടും ക്രൗൺ ഡയമണ്ടും ഒക്കെ പോകുന്നത് അവനവന്റെ ബിസിനസ്സാ. നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്, എല്ലാ കമ്പനിക്കും ഉൽപ്പന്നങ്ങൾ ഉള്ളത് പോലെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. എല്ലാ കമ്പനിക്കും ഉൽപ്പന്നങ്ങളെ ക്വാളിറ്റി എന്താണെന്നറിയില്ല. ആയുഷിന്റെ പ്രീമിയം മാർക്ക് ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സർട്ടിഫൈ ചെയ്ത പ്രൊഡക്റ്റുകളുണ്ട്. ഇത് നമുക്ക് വാങ്ങാനും നമ്മൾ ഉപയോഗിക്കേണ്ടതാ, ഇത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കേണ്ടതാ. പിന്നെ നമ്മൾ ആരെ നോക്കണം എന്നാ പറയുന്നത്? നിങ്ങൾ സ്വന്തമായിട്ട് എന്ന് ബിസിനസ് തുടങ്ങിയോ അന്ന് നിങ്ങൾ ലീഡറാവും. സത്യം പറയാം, ഞാൻ എന്റെ തുടക്കത്തില് ഞാൻ ബിജു സാറിന് എന്ത് പറയാൻ പറ്റില്ല, ബെല്ലി സാറെ കൊണ്ടുപോകാനും പറ്റൂല. സത്യം പറയാം, ഞാൻ തുടക്ക സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് ബിസിനസ് ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ ബിസിനസ്സിന് ബിജു സാറും ബെല്ലി സാറൊന്നും വേണ്ട, ഞാൻ തന്നെ മതി ബിസിനസ്. അങ്ങനെ പഠിച്ചു. ആവശ്യക്കാരനാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് പഠിക്കും. ഇപ്പൊ എന്താ പ്രശ്നമോ? നമ്മൾ എല്ലാരെയും പ്രശ്നം എന്താ? മീറ്റിങ്ങിന് നിങ്ങളെ വിളിക്കണം, ട്രെയിനിങ്ങിൽ നിങ്ങളെ വിളിക്കണം, ഹോം മീറ്റിംഗ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചോദിക്കട്ടെ, നമ്മളെ കോഴിക്കോട് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, മലപ്പുറത്ത് ഉണ്ടാവാറുണ്ട്, താമരശ്ശേരി ഉണ്ടാവാറുണ്ട്, ബാലുശ്ശേരിയും കുറ്റ്യാടിയും ഒക്കെ ഉണ്ടാവാറുണ്ട്, കണ്ണൂർ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഏത് മീറ്റിങ്ങിനാ പോകാറുണ്ട്? നിങ്ങൾ രക്ഷപ്പെടാൻ വന്നവരല്ലേ? അതല്ലാതെ ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരും വന്ന സമയം എപ്പോഴാ? ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടില്ലേ? നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയവരെ ഇന്നൊരു തീരുമാനം എടുക്കുക. ഒരു തീരുമാനം, ഒറ്റ തീരുമാനമുള്ളൂ, യെസ് ഓർ നോ. ഒന്നെങ്കിൽ വിട്ടച്ചു പോകണം. എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പണിയിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടിയെങ്കിൽ ഒരിക്കലും മൈ ലൈഫിലേക്ക് വരരുത്. അതെന്നെ ചെയ്തോ, നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചോ. മൈലേഷ്യൽ മാർക്കറ്റിലുള്ള ഒരു കരിയർ നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കണം, നമ്മുടെ കുടുംബത്തിന് ബാധ്യതാകുന്ന കാര്യങ്ങളൊക്കെ വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, സന്തോഷിക്കണം, ഒരുപാട് ആളുകൾ കടം വാങ്ങിയ പോലെ നെഞ്ചോർപ്പോട് നിൽക്കണതൊക്കെ ആഗ്രഹം നിങ്ങൾക്കുണ്ട്. ഇന്ന് മാറണം. ഇനി നമുക്ക് സമയമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ചൊല്ലുണ്ട്, എന്റെ കറക്കം, ക്ലോക്ക് പറഞ്ഞ് ചൊല്ലും, എന്റെ കറക്കം നമ്മുടെ ജീവിതത്തിന്റെ ചുരുക്കം. നമ്മുടെ ജീവിതം ചുരുങ്ങി തീരും. അവസാനം നമ്മളെ കൊണ്ട് പറഞ്ഞു, ഈ ചെങ്ങായി, ഈ തള്ള, ഈ കാക്ക, അവന് ജീവിതത്തിൽ ഒന്നും പറ്റാതായി പറയിപ്പിക്കല്ലേ. അത് അവസരം നിങ്ങൾ കയ്യിൽ തന്നത്, നല്ലൊരു അവസരം തന്നത്. കമ്പനി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്, പ്ലാന് നല്ലതാണ്, നിങ്ങളെ ലീഡേഴ്സ് നല്ലതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം അവനവന് ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതെ നമ്മളെ ജീവിതത്തിൽ വിജയിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മോർണിംഗ് മീറ്റിംഗ് കയറിയോ കയറാത്തതോ, മീറ്റിംഗ് കയറിയോ മീറ്റിംഗ് കയറാത്തതോ അല്ല, നിങ്ങളെ ബിസിനസ് ഉള്ളിലുണ്ടോ? ഞാൻ പറയുന്നത്, എനിക്ക് മോർണിംഗ് മീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുമല്ല പ്രശ്നം. എനിക്ക് മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഉണ്ട്. അത് എങ്ങനെയൊക്കെ വിജയിപ്പിക്കാൻ എങ്ങനെയൊക്കെ ചെയ്യും. ഉള്ളിലുള്ള അങ്ങ് സ്നേഹിച്ച് കൂട്. മൈലേഷ്യൽ എംബ്ലം നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തി വെക്കും, മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്നങ്ങ് കൊത്തി വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളെ ജീവിതം നിങ്ങളും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആൺകുട്ടികൾ വരും, പെൺകുട്ടികൾ വരും, ഉറപ്പാ. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കൂടെ ആരും വരില്ല. ഇനി നിങ്ങളുടെ ലീഡേഴ്സിനോട് പറയാനുള്ളത്, നമ്മൾ പല ആളുകളെയും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കൊണ്ടുവരും. സാറേ നിങ്ങൾ വാ, മൈലേജിൽ 2,10,000 കിട്ടും, സാറ് വന്ന് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഉമർ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്, ബെല്ലി സാറിന്റെ ബിസിനസ്സുകൾ വരും. മോഹന വാഗ്ദാനങ്ങളെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ താഴെ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് മൈ ലൈഫിൽ നിൽക്കുകയും നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാപവര് ഒരിക്കലും കൊണ്ടുവരരുത്. ആത്മാർത്ഥമായി ചെയ്യെങ്കിൽ വിട്ടുപോത് ഇതിന് വിജയിക്കുന്നത് വരെ പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ കൂടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊണ്ടുവരാവും. പല ആളുകളെയും ഞാൻ കണ്ടു വരും അപ്ലൈ നിർത്തിപ്പോയിണ്ടാവും. ദയവായിട്ട് അങ്ങനെ ആരെയും കൊണ്ടുവരുത്, അത് ശാപ. നിങ്ങൾ 100% ഇതിലുണ്ടോ എങ്കിലും ആൾക്ക് നിങ്ങൾ ആത്മാർത്ഥം വരും. ഇതിലൊരു അറ്റം കാണണം. നിങ്ങൾക്ക് വരുമാനം ഒരു 50,000, 25,000, 1 ലക്ഷം ഒക്കെ കിട്ടുന്ന സമയത്തെ നിങ്ങൾ വിട്ടുപോകരുത്. നിങ്ങൾ ആത്മാർത്ഥമായി
പ്രലോഭിച്ചാണ് പല ആളുകളെ കൊണ്ടുവരാറ്. സാറേ ഇതിലേക്ക് കൊണ്ടുവരാ, സാറേ ഇതിൽ ഇത്ര കിട്ടിയിട്ടാ, സാറിന് അത്ര കിട്ടിയും. ദയവായിട്ട് എനിക്ക് പറഞ്ഞു, നിങ്ങൾ ആരെയും കൊണ്ടുവരും. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഒരാളെയും ഇതിലേക്ക് കൊണ്ടുവരരുത്. ഇത് നിങ്ങൾ വിചാരിച്ചില്ല, ദൈവത്തിന്റെ കയ്യൊപ്പെട്ടുള്ള ബിസിനസ്സാ. ഭാഗ്യമുള്ള ആളുകൾ മാത്രമേ മയിലേക്ക് എത്തൂ. മഹാഭാഗ്യമുള്ള ആളുകൾ മാത്രമേ ഇതിൽ വിജയിക്കൂ. ആ മഹാഭാഗ്യമുള്ള ആളുകൾ ആയതുകൊണ്ടാണ് ദൈവം ഇതിലേക്ക് 286 ആളുകളെ ഇന്ന് പങ്കെടുത്തത്. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതായി ഇൻഡസ്ട്രി ചെയ്യാൻ. ഒരുപാട് ആളുകളെ ജീവിതം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്താണ്. ഞാൻ ദീർഘമായി സംസാരിക്കില്ല. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ഇന്ന് നല്ല മഴയാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നവർ പുറത്തിറങ്ങിയിട്ട് ഈ ബിസിനസ് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്ത് അത് മാത്രമല്ല, നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കൊണ്ടുവരാൻ, അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളെ സത്യസന്ധമായ ബിസിനസ് ആവും. അങ്ങനെ വലിയ ലെവലിലേക്ക് ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്. നഷ്ടസാധ്യതകളൊന്നുമില്ല. കമ്പനി ഡെയിലി വരുമാനം തരാം, ആഴ്ചയിലെ വരുമാനം തരാൻ റെഡിയാണ്, മാസത്തിലെ വരുമാനം തരാൻ റെഡിയാണ്, 6 മാസം കൂടുമ്പോൾ വരുമാനം തരാൻ റെഡിയാണ്, ഒരു വർഷത്തിൽ വരുമാനം. ഇതൊക്കെ ചെയ്യുന്ന നല്ലൊരു കമ്പനിയിലാണ് നമ്മളൊക്കെ. ഐഡിയ പ്രൊഡക്റ്റ് നമുക്ക് ഈ ബിസിനസ് അറിയാം. പക്ഷേ ഇനി ചെയ്യേണ്ടത് മനസ്സിന്റെ ഉള്ളിലേക്ക് മൈലേഷ്യൽ മാർക്കറ്റിങ്ങിനെ കയറ്റി വെച്ചുകൊണ്ട്, കൂടെ വന്നവന് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, കൂടെ വന്നവനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അവനിത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, നിങ്ങൾ അപ്ലൈൻ നിങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇനി തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രം ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് വിജയിച്ചിട്ട് അവിടെ കൊടി നാട്ടിയിട്ട് തിരിഞ്ഞു നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഇൻഡസ്ട്രി നിങ്ങളെ ഓരോരുത്തരും സഹായിക്കും. എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റാൻ ഞാൻ പറഞ്ഞത്. ഞാനിതിൽ അജിനാമോട്ടോ ചേർത്തിട്ട് പറഞ്ഞില്ല. എന്റെ ജീവിതത്തിൽ ഞാനൊരു സാധാരണക്കാരനായ ആള്, ഒന്നിനും പറ്റാത്ത, അവസാനം ഈ കച്ചവടം ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ ചെയ്ത് അവസാനം എന്നെ ഞാൻ രക്ഷപ്പെടേണ്ട ആളാണെന്ന് കണ്ട സമയത്ത് എന്നെ മൈലേശ്വരമൊക്കെ ദൈവം കൊണ്ടെത്തുന്നതാ. അതേപോലെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ദൈവം നിങ്ങളെ കൊണ്ടുവച്ച് മൈലേബിൽ കൊണ്ടുവച്ചിട്ടതാ. ഇനി ചെയ്യേണ്ട പണി നമ്മൾ ഓരോരുത്തരും. ആ പണി നമ്മൾ ഓരോരുത്തരും ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മളെ ബിസിനസ്സാ. കാലഘട്ടം പോകുന്ന സമയത്ത് അതിനോട് കൂടെ ഓടണം എന്ന് കൂടെ ഞാൻ പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും വിജയിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സന്തോഷങ്ങളും ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഏറ്റെടുക്കുന്ന കാര്യം, ഞാൻ വിജയിക്കുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ വാക്കുകൾ കേട്ട ആളുകൾ വിജയിക്കണം എന്നാ. ഞാൻ അതുകൊണ്ട് മനസ്സ് തുറന്നേ ഞാൻ സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഹൃദയം കൊണ്ടാണ് കേട്ടതെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ പോറ്റിയ നമ്മളെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെ നമ്മൾ ഒരുപാട് ആളുകളെ സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ ഇൻഡസ്ട്രി ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യണം. അത് റിക്വസ്റ്റേ ഉള്ളൂ. അത് ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ എന്നും കേൾക്കാറുണ്ട്. അതേപോലെ ഇത് പല ആളുകളും വിജയിക്കാത്ത ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു, മനസ്സിൻ്റെ ഉള്ളിൽ മൈലേസ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. അത് മാത്രമൊന്നുമല്ല, നിങ്ങൾ അവരെ അപ്ലൈൻ്റെ കമ്പനിയുടെ ഒക്കെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനത്തെ ആളുകളായിട്ട് മാറട്ടെ. അതിനുവേണ്ടി എന്റെ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരും സ്ട്രൈക്ക് ചെയ്യട്ടെ. ഒരു 5% നിങ്ങൾ മനസ്സിൽ കൊണ്ടിടുക. എനിക്ക് വേണ്ടിയെങ്കിലും ഈ ബിസിനസ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം എന്നെ സഹായിച്ച നിങ്ങൾക്കൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്.